അസ്സലാമു അലൈക്കും. ഇന്ന് അത്താഴത്തിന് ചോറും മീൻ പൊരിച്ചതും താളിച്ചതും വേണം കേട്ടോ ഉണ്ടായിരുന്നത്. നാളെ മുതൽ വെള്ളം കുറവായിരിക്കും എന്ന് പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് വേഗം എല്ലാ ചെടിക്കും പച്ചക്കറിക്കൊക്കെ നല്ല വെള്ളം നനച്ച്, പിന്നെ ഇന്ന് ഞായറാഴ്ചയാണല്ലോ അപ്പോൾ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ അത്യാവശ്യം അടുക്കള കുറച്ച് അലമ്പായി കിടക്കുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലോണം വൃത്തിയാക്കി എല്ലാം നല്ല തുടച്ചെടുത്തിട്ടോ. കുറേ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോയിട്ടുണ്ടായിരുന്നു, വെറുതെ വലിച്ചു വാരിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റി അതത് സ്ഥാനത്തോട്ട് മാറ്റി. പിന്നെ കുറച്ച് പച്ചക്കറി വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഉള്ളിയൊക്കെ. അപ്പോൾ അതൊക്കെ അതിൻ്റെ പാത്രങ്ങൾക്കാക്കി മൊത്തത്തിൽ അടുക്കളയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തെടുത്ത്. പിന്നെ ചെയ്ത പണിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെയിലാണല്ലോ, അപ്പോൾ കുറച്ച് പാവയ്ക്കയും ചുക്കിന് വേണ്ടിയിട്ട് ഇഞ്ചിയൊക്കെ ഉണക്കാൻ വിചാരിച്ചിട്ടുണ്ടായി. അപ്പം ഞാൻ പാവയ്ക്കൊക്കെ അരിഞ്ഞ് ഉമ്മച്ചി ഇഞ്ചിയൊക്കെ ചേരണ്ടി അങ്ങനെ അത് ഉണക്കാൻ വെച്ച്. അങ്ങനെ പണികളും ഇങ്ങനത്തെ പണികളെല്ലാം കഴിഞ്ഞപ്പം വൈകുന്നേരത്തിനുള്ള ഭക്ഷണത്തിനുള്ള പരിപാടികൾ തുടങ്ങാനായി. ഒരു ടർക്കിഷ് ചിക്കനാണ് ഉണ്ടാക്കാൻ വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മല്ലിച്ചപ്പ്, പുതിനച്ചപ്പ്, മുളക് പൊടി, ഗരം മസാല, ക്രീം, പിന്നെ ഗാർലിക്ക്, ജിഞ്ചർ, പിന്നെ കുറച്ച് ലെമണ്, പിന്നെ സോൾട്ടും ഇട്ടിട്ട് ഞാനിതൊന്ന് നല്ലോണം അരച്ചെടുത്ത് മിക്സിയിൽ ചെയ്താൽ മതിയായിരുന്നു. ഞാൻ ഇതിൽ നല്ലോണം ആവും വിചാരിച്ചിട്ടാണ് ചെയ്തത്, പക്ഷേ ഇത് അത്രയ്ക്ക് ക്രീമി ആയിട്ടൊന്നും വന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അറബിക് മസാല കുറച്ചിട്ടിട്ട് അത് ഒന്നും കൂടി അരച്ചെടുത്ത് അങ്ങനെ ചിക്കനെല്ലാം അരിഞ്ഞ് റെഡിയാക്കി. ഇത് ലോഡഡ് ഫ്രൈസിനുള്ളതും പിന്നെ നേരത്തെ പറഞ്ഞ ടർക്കിഷ് ചിക്കനുള്ള ചിക്കനും കൂടി ഉണ്ട് കേട്ടോ. സെയിം മാരിനേറ്റാണ് ഞാൻ യൂസ് ചെയ്യണത്. അങ്ങനെ ഞാനത് മാരിനേറ്റ് ചെയ്തിട്ട് ഏകദേശം 2 hour 3 hourൻ്റെ അടുത്തോളം വെച്ച്. പിന്നെ ലോഡഡ് ഫ്രൈസിന് വേണ്ടിയിട്ടുള്ള മയണൈസ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ച്. പിന്നെ ലോഡഡ് ഫ്രൈസിന് വേണ്ടിയിട്ടുള്ള പൊട്ടാറ്റോയും ഞാൻ അരിഞ്ഞ് സെറ്റാക്കി. ചുടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു ഏകദേശം 1/2 hour ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് അനിയത്തിൻ്റെ സ്പെഷ്യലായിട്ട് ഓള് ബ്രെഡ് പൊരിച്ചിട്ടോ. അന്ന് വാങ്ങിയ കപ്പ കുറച്ചും കൂടി ബാക്കിയുണ്ടായിരുന്നു. ഇനിയും അത് വെച്ചിട്ടുണ്ടെങ്കിൽ കേടാവുന്നുള്ളത് കൊണ്ട് ഇന്ന് തന്നെ അത് ഉണ്ടാക്കി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചമ്മന്തിയാണിത്. പുളിയും ചെറിയുള്ളിയും മുളകും ഒക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു ചമ്മന്തിയായിരുന്നു. അത് പ്രിപ്പയർ ചെയ്ത് വെച്ച്. പിന്നെ ഞാൻ ഫ്രൈസ് അപ്പോഴേക്കും ഏകദേശം പൊരിക്കാൻ ടൈമായപ്പം എണ്ണയിൽ ഫ്രൈസ് പൊരിച്ചെടുത്ത്. ഇത് ഫ്രൈസ് പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇതേ എണ്ണയിൽ തന്നെയാണ് ബാക്കിയുള്ള ചെറുകടികളും പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കന് നമുക്കൊന്ന് വേവിച്ച് എടുക്കണ്ടേ. അപ്പോൾ അതിന് ബട്ടർ ഇട്ടിട്ട് ഈ ചിക്കന് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് ഏകദേശം 5 minutesോളം ഹൈ ഫ്ലെയിമിലും ബാക്കി ഒരു 10 minutes അല്ലെങ്കിൽ വേവുന്ന വരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വേവിക്കാൻ. പിന്നെ ലോഡഡ് ഫ്രൈസിനുള്ള ചിക്കൻ ഞാൻ ഇതൊന്ന് മാറ്റിയിട്ടുണ്ടായി, ഇതിലുണ്ടായില്ല. അത് പൊരിച്ചെടുക്കുക തന്നെയാണ് ചെയ്തത്. ഡീപ്പ് ഫ്രൈ അല്ല, പാനിൽ വെച്ചിട്ടൊന്ന് പൊരിച്ചെടുത്തതാണ്. ഇത് വൈറ്റ് സോസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ബട്ടറിലോട്ടും മൈദപ്പൊടിയും കഴിഞ്ഞിട്ട് പാൽ ഒഴിച്ചിട്ട് തിക്കൻ ചെയ്തെടുക്കുക ചെയ്തത്. ഫ്രൈസിന് വേണ്ടിയിട്ടുള്ളതിൽ ഞാൻ കുരുമുളക് പൊടി മാത്രമേ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ.
അങ്ങനെ ടർക്കിഷ് ചിക്കൻ ഉള്ളത് റെഡിയായി. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചിക്കൻ ഇട്ട് പിന്നെ വൈറ്റ് സോസ് ആഡ് ചെയ്ത് കൊടുത്ത്, അത് കഴിഞ്ഞിട്ട് അതിലോട്ട് മൊസറല്ല ചീസ് ഇട്ടിട്ട് അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഞാനതൊന്ന് ക്ലോസ് ചെയ്ത് വെച്ച്. അതിൻ്റെ ഹീറ്റ് പുറത്ത് പോകണ്ട വിചാരിച്ചിട്ടേനു. പിന്നെ ഞാനൊന്ന് ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ദോശ പാനില്ലേ അതിൽക്കൊരു മൂടി വെച്ചിട്ട് ഞാനത് ഒന്ന് ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടേനു ഭക്ഷണം കഴിക്കാൻ ടൈമിൽ. ഇനി നമുക്ക് ലെബനീസ് റൈസ് ഉണ്ടാക്കുക. അതിന് ഗീയിൽ വെർമിസല്ലി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് റോസ്റ്റ് ആയതിനു ശേഷം അതിൽക്ക് റൈസ് എത്രയാണോ എടുക്കണം അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ആഡ് ചെയ്തിട്ട് ജസ്റ്റ് റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നോർമൽ നമ്മൾ റൈസ് കുക്ക് ചെയ്യണ പോലെ കുക്ക് ചെയ്തെടുക്കുക. ഇത് മാത്രമേ ഉള്ളൂ. ഭയങ്കര എളുപ്പമുള്ളൊരു റൈസാണ് കേട്ടോ. ടേസ്റ്റും ഉണ്ടായിരുന്നു. നമ്മളെ ലോഡഡ് ഫ്രൈസിൻ്റെയും ടർക്കിഷ് ചിക്കൻ്റെ ഒപ്പം കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ വീഡിയോ കണ്ടപ്പം അതിൽ പറയണത് തന്നെ ഏത് ഫുഡിൻ്റെ ഏത് കറീസിൻ്റെ കൂടെയും എന്ത് ബേസിൻ്റെ കൂടെയും കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുന്നതാണ്. പിന്നെ ഞാൻ ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കി. അത് ചിക്കൻ ഞാൻ പൊരിച്ചിട്ടുണ്ടായിരുന്നു. അത് കട്ട് ചെയ്തിട്ട് അത് താഴെ വെച്ച് പിന്നെ അതിന് മുകളിൽ ഫ്രൈസ് ആഡ് ചെയ്ത് കൊടുത്ത് പിന്നെ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള വൈറ്റ് സോസിലോട്ട് ഒരു ചീസിൻ്റെ സ്ലൈസ് ആഡ് ചെയ്തിട്ട് അതൊന്ന് തിളപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തത്. പിന്നെ മയണൈസ് ആഡ് ചെയ്ത് കൊടുത്ത് മൊസറല്ല ചീസും ഇട്ടിട്ട് അലൂമിനിയം ഫോയിലും കൊണ്ട് ഇതിനെ മൂടി, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പാനിൻ്റെ മുകളിലൊരു മൂടി വെച്ച് അതിൻ്റെ മുകളിൽ ഇത് കയറ്റി വെച്ചിട്ട് ഞാനൊന്ന് ഹീറ്റ് ചെയ്തെടുത്ത്. അല്ലെങ്കിൽ ഓവനിലൊന്ന് ജസ്റ്റ് ഹീറ്റ് ചെയ്താൽ മതി ഒരു 5 മിനിറ്റോളം. അപ്പം ഇത് കറക്റ്റാവും. പിന്നെ സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഇത് ചീസ് മെൽറ്റ് ചെയ്യിപ്പിച്ചാൽ മതി. അപ്പം നല്ല ചൂടോടെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ കപ്പ റെഡിയായി. അതിന് വേണ്ടിയിട്ടുള്ള ചമ്മന്തി റെഡിയായി. പിന്നെ ലെബനീസ് റൈസും ഏകദേശം നല്ല വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് ടർക്കിഷ് ചിക്കൻ. കണ്ടില്ലേ, ആ ചീസൊക്കെ മെൽറ്റായിട്ട് നല്ല രസമുണ്ട് കാണാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ വന്ന വൈറ്റ് സോസിൻ്റെ ബാക്കിയിൽ കുറച്ച് നൂഡിൽസ് ഉണ്ടാക്കി. ഇത് ലോഡഡ് ഫ്രൈസ് ആണ്. ചെറുകടികളായിട്ട് ബ്രെഡ് പൊരിച്ചതും സമൂസയും ഫ്രോസൺ ഫുഡിൽ ഉണ്ടാക്കിയ ബ്രോക്കോളി പനീർ കബാബ് ഇല്ലേനോ അതും ഉണ്ടേനു. അങ്ങനെ നോമ്പ് തുറക്കാൻ നേരത്ത് ചെറുകടികളും കട്ട് ഫ്രൂട്ട്സും ഡ്രിങ്കുകളും. ഇന്ന് ഒരു പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിച്ചേരം നൂഡിൽസും കുറച്ച് ലോഡഡ് ഫ്രൈസും കഴിച്ച് പിന്നെ ലെബനീസ് റൈസും ടർക്കിഷ് ചിക്കനും ആ ലോഡഡ് ഫ്രൈസും കഴിച്ച്. ഇത് കഴിച്ചപ്പോൾ തന്നെ പള്ള അറിഞ്ഞ്. പിന്നെ കുറച്ച് കഴിഞ്ഞൊന്ന് ഇരുട്ടിയപ്പോഴാണ് കപ്പയും ചമ്മന്തിയും കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാ.